ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്തയിലേക്ക് പോകുമ്പോൾ കരുവന്നൂർ കേസിൽ MK കണ്ണൻ ED ഓഫീസിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. രേഖകളൊക്കെ കൈമാറി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. വിശദാംശങ്ങളുമായി അനഘ നരിക്കുനി ചേരുന്നുണ്ട്. അനഘ, സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ MK കണ്ണൻ EDക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. വിശദാംശങ്ങൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ MK കണ്ണനോട് ഇന്ന് രേഖകൾ, അതായത് സ്വത്ത് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ ED നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടെ ഹാജരാക്കണമെന്നാണ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു നിർദ്ദേശം അദ്ദേഹം അനുസരിച്ചിരിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അദ്ദേഹത്തോട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകളുമായി MK കണ്ണന്റെ പ്രതിനിധികൾ ED ഓഫീസിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ ED ഓഫീസിലാണ് എത്തിയിരിക്കുന്നത്. ED നിർദ്ദേശിച്ച സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് രേഖകളുമായി MK കണ്ണന്റെ പ്രതിനിധികൾ കൊച്ചിയിലെ ED ഓഫീസിൽ എത്തിയത്. ഈ രേഖകൾ എൻഫോഴ്സ്മെന്റിന് കൈമാറിയിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞത് പ്രകാരം അത് പരിശോധിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണോ, അല്ലെങ്കിൽ EDക്ക് സംശയമുള്ളതുപോലെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതാണ് ഇനി പ്രധാനമായിട്ടും ഉണ്ടാവുക. തന്നെയായാലും അദ്ദേഹം ഇന്ന് രേഖകൾ ഹാജരാക്കുമോ, EDയുടെ നിർദ്ദേശം അതുപോലെ പാലിക്കുമോ എന്നതുൾപ്പെടെയുള്ള വലിയൊരു ചോദ്യവും ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കും ആശങ്കകളും ഒക്കെ ഒരു അവസാനം എന്നോണമാണ് അദ്ദേഹത്തോട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് പ്രകാരം സ്വത്തുവിവരങ്ങൾ അടങ്ങിയിട്ടുള്ള രേഖകളെല്ലാം തന്നെ പ്രതിനിധികൾ വഴി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതിനു മുൻപേ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻപ് 2 തവണ അദ്ദേഹത്തിന് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും സ്വത്ത് വിവരങ്ങൾ MK കണ്ണൻ EDക്ക് മുൻപിൽ ഹാജരാക്കിയിരുന്നില്ല. പുതിയ സാഹചര്യത്തിൽ അന്വേഷണത്തോട് MK കണ്ണൻ സഹകരിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 തവണ ഏത് നിലപാടാണോ സ്വീകരിച്ചത് ആ രീതിയാണ് ഇത്തവണയും ഉണ്ടാവുക എങ്കിൽ കർശന നിലപാടിലേക്ക് ED കടക്കുമെന്നൊരു സൂചന കൂടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്പം മുൻപ് അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ കൊച്ചിയിലെ ED ഓഫീസിൽ എത്തുകയും ഈ സ്വത്ത് രേഖകൾ കൊച്ചിയിലെ ED ഓഫീസിലെത്തി ഈ എൻഫോഴ്സ്മെന്റിന് കൈമാറിയിരിക്കുന്നത്. ശ്രുതി, വ്യക്തമാണ് അനഘ. MK കണ്ണനല്ല, MK കണ്ണന്റെ പ്രതിനിധികളാണ് ഇപ്പോൾ EDക്ക് മുന്നിൽ രേഖകളുമായി ഹാജരായിരിക്കുന്നത്. MK കണ്ണനോട് സ്വത്ത് വിവരങ്ങൾ ഹാജരാക്കാൻ ED ആവശ്യപ്പെട്ടിരുന്നു. ED നിർദ്ദേശ സമയപരിധി അവസാനിച്ചിരിക്കെയാണ് രേഖകളുമായി MK കണ്ണന്റെ പ്രതിനിധികൾ ഇപ്പോൾ EDക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും അനഘ നൽകിയത്.